to our YouTube channel. Hi, Vara. ഇന്നലെ നമ്മള് കണ്ണൂർ വരെ പോയി കേട്ടോ. എന്തിനാന്ന് വെച്ചാല് ഈ ബോക്സ് ഒക്കെ കണ്ടോ, ഈ ബോക്സ് ഒക്കെ എടുക്കാൻ കണ്ണൂർ വരെ പോയതാണ്. പോയിട്ട് നോക്കുമ്പോ 8ന്റെ പണിയായിട്ടാ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്താന്ന് വെച്ചാല് ബോക്സ് എടുക്കാൻ കണ്ണൂരിൽ പോയി. കണ്ണൂര് കണ്ണൂര് പിള്ളേർക്കോവിലിന്റെ ബാക്ക് സൈഡാണ് കൊറിയർ ഓഫീസ്. അവിടെ ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാനും അച്ഛനും ഭാവിയും കൂടി കേട്ടോ പോയത്. അപ്പൊ ഞാനും അച്ഛനും ഭാവയും കൂടിയാണ് കേട്ടോ പോയത്. അപ്പൊ അവിടെ എത്തി. ഇപ്പൊ കൊറിയർ ഓഫീസ് അയ്യൊരു റോഡ് അറിയാലോ, ചെറിയൊരു റോഡാ. അപ്പൊ കണ്ണൂർ അയ്യൊരു സൈഡ് അറിയാവുന്നവർക്ക് അറിയായിരിക്കും, ഒരു ചെറിയ റോഡാണ്. അപ്പൊ അവിടെ പോയി. അപ്പൊ അവിടുന്ന് കാർ ഒരു സൈഡിൽ ഇങ്ങനെ ചേരിഞ്ഞ് ഫ്ലോപ്പായിട്ട് നിർത്തിയില്ല. അപ്പൊ ഞാൻ ഡോറൊക്കെ തുറന്നു ഇറങ്ങി. അപ്പോൾ വീണ്ടും ആവശ്യത്തിന് ഡോറ് തുറന്നിരിക്കും. ഫ്രണ്ട് ഡോർ അപ്പാടും അടക്കലിനപ്പാടും നല്ല ശക്തിയിൽ അങ്ങ് അടഞ്ഞിട്ട് ഡോർ അപ്പാടും ജാമായിപ്പോയി. ഫസ്റ്റ് കിട്ടിയ പണി അതാണ് നമുക്ക്. ആദ്യം തന്നെ ഡോറ് ജാമായി. അത് ഡോറിന്റെ പാനല് അവിടുന്ന് കട്ടായി എന്തോ എൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. അപ്പോൾ അത് ഫസ്റ്റ് അതാണ്. അപ്പോൾ നമ്മള് പിന്നെ അവിടെ എത്തി നോക്കുമ്പോൾ വലിയ ബോക്സ് 3. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ 3 ബോക്സ് ഉണ്ടായിരുന്നേ. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ സ്പീക്കറിന്റെ ബോക്സാണ്. അപ്പം നമ്മൾ ഇത് വാങ്ങിക്കാനാണ് പോയിട്ടുള്ളത്. നല്ല പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളി എല്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നോക്കുമ്പം പിന്നെ ഈ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അതിലേ പോയത്. അപ്പം അവിടെ താഴെ പിന്നെ ഈ ഒരു റെയിൽവേ ബ്രിഡ്ജിന്റെ താഴെ ഉണ്ടല്ലോ, ഒരു സ്ഥലത്ത് ഇങ്ങനെ ബ്ലോക്കായിരുന്നു. അപ്പോൾ ബ്ലോക്കിൽ പെട്ടു. അപ്പോൾ അച്ഛൻ പിന്നെ എടുത്ത വണ്ടി അച്ഛൻ അങ്ങനെ എടുക്കാറില്ല. അച്ഛൻ 3-4 പ്രാവശ്യം അങ്ങനെ എടുത്തുള്ളൂ. അപ്പോൾ ക്ലച്ച് ചവിട്ടി ഇതാക്കിയിട്ട് മെല്ലെ ഇതാക്കി. അപ്പോൾ വണ്ടി ഇത് പുകയൊക്കെ വന്നു, ക്ലച്ച് കത്തിയതായിരിക്കാം. അപ്പോൾ നമ്മളൊക്കെ ആദ്യം പേടിച്ചു പോയി. അപ്പോൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി അപ്പം ചെക്ക് ചെയ്തു. അപ്പൊ ബോണറ്റ് ഓപ്പൺ ചെയ്യാനറിയില്ല. ബോണറ്റ് ഒന്നിക്കാൻ അറിയാൻ അച്ഛനറിയില്ല. അപ്പോൾ അനിയനെ ഫോൺ വിളിച്ച് ബോണറ്റൊക്കെ അപ്പോഴത്തേക്ക് ഒരാട്ടം വന്ന് ബോണറ്റൊക്കെ പൊന്തിച്ച് വന്നിട്ട് പറഞ്ഞ് പ്രശ്നമില്ല, ക്ലച്ചിന്റെ ഇതാണ്, കുറച്ച് ഇവിടെ ഇപ്പോൾ ട്രാഫിക് അല്ലേ, കുറച്ച് മുമ്പോട്ട് നിർത്തിയിട്ടിട്ട് നോക്കിക്കോ, കുറച്ച് തണ്ണിട്ട് പോവാന്നെല്ലാം പറഞ്ഞ്. അങ്ങനെ 2ാമത്തെ പണി അവിടുന്ന് കിട്ടി. ഫുൾ ഇന്നലെ മൊത്തത്തില് പണിയായിരുന്നു. ഞാൻ വിചാരിച്ചു പുകയെല്ലാം വരുന്നാണ്ടിട്ട് അയ്യോ പെട്ട് എന്തെല്ലോ ആയിപ്പോയി എന്നെല്ലാം വിചാരിച്ചു ഞാനങ്ങ് പേടിച്ചു പോയില്ലേ. അപ്പോൾ കുറച്ച് മുമ്പോട്ട് വണ്ടി നിർത്തി. അപ്പോൾ സർവീസ് സെന്ററിൽ വിളിച്ച് അവിടെ അവർ പറഞ്ഞു പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്ക്, എന്താ പറ്റിയെന്ന് നോക്കാന്നെല്ലാം പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടി കയറിയിട്ട് നോക്കുമ്പോൾ ക്ലച്ച് ചവിട്ടി നോക്കുമ്പോൾ ക്ലച്ച് ഒന്നും ആവുന്നില്ല. അപ്പോൾ ഫുള്ള് ജാമായിപ്പോയി. അപ്പോൾ പിന്നെ ഭാവി ഉണ്ടായിരുന്നല്ലോ, ഭാവി ഉണ്ടായി. പിന്നെ കുറേ സമയം കാറിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോഴും വീട്ടിൽ നിന്ന് അനിയൻ വന്നു. പിന്നെ അങ്ങനെയാണ് നിന്നിട്ട് ഒരു 1-1.5 മണിക്കൂർ കണ്ണൂരിലെ ടൗണിൽ ഇങ്ങനെ നിന്ന്. നല്ല അടിപൊളി ദിവസമായിരുന്നു ഇന്നലെ. നല്ല 8ന്റെ പണിയാണ് കിട്ടി. ലാസ്റ്റ് ഷോറൂമിൽ വണ്ടി വെക്കാന്നെല്ലാം വിചാരിച്ചതായിരുന്നേ. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഒരു 8 മണി 7:30-8 മണിയൊക്കെ ആകാനായപ്പോൾ പിന്നെ നമ്മൾ പിന്നെ വീട്ടിലേക്ക് തന്നെ വണ്ടി എടുത്തു. കാരണം ഒരുപാട് ടൈമായി ജസ്റ്റ് തണ്ണിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ബ്ലോക്കിലൊന്നും പെടാണ്ട് നേരെ വീട്ടിലേക്കെല്ലാം പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊറിയർ ബോക്സ് എടുക്കാൻ പോയിട്ട് 8ന്റെ പണിയെല്ലാം കിട്ടിയ അവസ്ഥയായിരുന്നു ഇന്നലെ. അങ്ങനെയാണ് ഇന്നലെ. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തെല്ലാം. ഇതിന്റെ പാക്കിംഗ് ഒക്കെ ഉണ്ടോ, നല്ല അടിപൊളി പാക്കിംഗ് കേട്ടോ. പിന്നെ പ്ലൈവുഡിനെ കൊണ്ട് ഇങ്ങനെ കവറൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ല സേഫ്റ്റി ആയിട്ട്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് നമുക്ക് നോക്കാം. ഇതൊരു സബ്വൂഫർ ബോക്സ് ആണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഞാൻ കൊറിയർ വാങ്ങിക്കാൻ പോയപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്പ് കണ്ടോ. ഞാൻ ജസ്റ്റ് ഇതിന് വേണ്ടി എടുത്തതായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ സംഭവത്തിന് ശേഷം ടെൻഷൻ അടിച്ചിട്ട് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ഒരു സമയത്തുള്ള വീഡിയോ ഒന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഈ ഒരു സമയത്ത് ഏതാ പറ്റിയതെന്നും അറിയാതെ ഒരു ടെൻഷനായിരിക്കുമല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും ആ സമയത്ത് തന്നെ എടുത്തില്ല. പിന്നെ കുറച്ച് ഞാൻ
ചെറിയ എന്തൊക്കെയൊക്കെ ഒന്ന് സമാധാനമായപ്പോഴോ ഇതൊന്ന് വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത് തന്നെ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഡോറ് തുറക്കുമ്പോഴട്ടോ എൻ്റെ കാറിൻ്റെ ഡോറ് ഫസ്റ്റ് ജാമായിട്ടുള്ളത്. അവിടുന്ന് തൊട്ടിയ പണിയായിരുന്നു. പിന്നെ 8ൻ്റെ പണിയാണ് കിട്ടിയത്. ഈ ബോക്സിന്റെ പാക്കിങ് ഒന്നും പറയാനില്ല കേട്ടാ. ആദ്യം തന്നെ ഈ പ്ലൈവുഡിനെ കൊണ്ടുള്ള ഒരു നല്ലൊരു പാക്കിങ്. അത് നമ്മളിപ്പോൾ മുട്ടിയൊക്കെ വെച്ചിട്ട് നല്ല സെറ്റാക്കി എടുക്കണം. അതിന്റെ പാക്കിങ് റിമൂവ് ചെയ്യാൻ. പിന്നെ അതിന്റെ ഉള്ളിൽ ഒരു തെർമോക്കോളും ഒരു റോഡ് പിന്നെ ഗ്ലാസ് പേപ്പർ റോളിങ് എല്ലാം വെച്ചിട്ട് നല്ലൊരു പാക്കിങ്. എന്നിട്ട് അതിന്റെ അടിയിൽ സബ്വൂഫറും പിന്നെ ഗ്ലാസിന്റെ റോൾ വെച്ചിട്ട് നല്ലോണം പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ. അടിപൊളി പാക്കിങ്ങിനെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല. നല്ല പാക്കിങ് ആയിരുന്നേ. പിന്നെ ഇതിന്റെ സംഭവത്തിനെ പറ്റി പറഞ്ഞെങ്കിൽ സബ്വൂഫറിന്റെ ബോക്സിനെ പറ്റി പറഞ്ഞെങ്കിലും നല്ല ബോക്സാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, എല്ലാം നല്ല ഒരു ഇതാണ് കേട്ടോ. നമുക്ക് ഇനി അടുത്ത ബോക്സ് കൊണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ബാ.
സിജോനെ അയക്കണ്ടേ? ഞാൻ അയക്കാൻ മാത്രമല്ല എനിക്ക് വീഡിയോ എടുക്കണം. വീഡിയോ കോൾ ചെയ്ത്